മൗലവി കൈരളിയിലെ ഏറ്റവും വലിയ മുസ്ലിം പണ്ഡിത സഭയായ സമസ്തയുടെ പിന്നിൽ അണിനിരന്ന കാരണത്താൽ ലക്ഷക്കണക്കിന് മുസ്ലിമുകളെയല്ലേ താങ്കൾ ഭ്രാന്തന്മാരാണെന്ന് പറഞ്ഞത്? പിന്നെ ആരൊക്കെയോ മാസിക ഇറക്കി അവൻ ഭ്രാന്തനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചങ്ങാടിക്ക് ഭ്രാന്ത, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഭ്രാന്താലയത്തിന്റെ കൂടാണത്. സമസ്തയോടും സമസ്തയുടെ പിന്നിൽ അണിനിരന്ന ലക്ഷക്കണക്കിന് അനുയായികളോടും അസൂയ വെച്ച താങ്കൾക്കും താങ്കളുടെ അനുയായികൾക്കും രക്ഷിതാവിന്റെ അടുക്കൽ രക്ഷപ്പെടണോ എങ്കിൽ സുന്നി ജനലക്ഷങ്ങളോട് താങ്കൾ മാപ്പ് പറഞ്ഞു. ഇല്ലെങ്കിൽ രക്ഷിതാവ് പൊറുക്കാത്ത ഒരു കാര്യമുണ്ട്. അത് താങ്കൾ മറന്നുപോയോ? അസൂയർക്കില്ല. എന്തുകൊണ്ട്? അസൂയ പൊറുക്കണമെങ്കിൽ മറ്റവന്റെ അഭിമാനത്തിൽ ഇവൻ കയ്യെത്തിട്ടുണ്ട്, അവനെ കൊണ്ട് പൊരുത്തപ്പൊടിക്കേണ്ടി വരും. കള്ളുകുടി അള്ളാഹിനോട് പറഞ്ഞാൽ പൊറുക്കും. പക്ഷെ അസൂയന്റെ കളി അള്ളാഹിനോട് പറഞ്ഞാൽ പൊറുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ആരെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം? ആരോട് അസൂയ കളിച്ചോ അയാളോട്. തെരുവോരങ്ങളിൽ തെറിയഭിഷേകം നടത്തി തെരുവുകളെ മലിനമാക്കാൻ ശ്രമിക്കുന്ന താങ്കളോടും താങ്കളുടെ തെറിപ്പൂരങ്ങൾക്ക് ആവേശം പകർന്ന് തക്ബീർ വിളിക്കുന്ന അനുയായികളോടും ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. സുന്നി സമൂഹത്തെയും പണ്ഡിത നേതൃത്വത്തെയും ഭ്രാന്താലയത്തിന്റെ കൂടാണെന്ന് താങ്കൾ വിളിച്ചുകൂടുമ്പോൾ ഒരു കാര്യം താങ്കൾ മറക്കരുത്. മൂക്കിലേക്ക് പഞ്ഞു തിരുകുന്ന ഒരു നിമിഷം മറക്കരുത്. അതാണ് സുന്നി സമൂഹത്തിന് താങ്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. മൂക്കിലൊക്കെ ഇങ്ങനെ പഞ്ഞു കയറുമ്പോ ബോധമുണ്ടാവും. ലവ് ബോധം തരട്ടെ, ലവ് ബോധം തരട്ടെ. മൂക്കിലൊക്കെ ഇങ്ങനെ പഞ്ഞു കയറുമ്പോ ബോധമുണ്ടാവും. ലവ് ബോധം തരട്ടെ, ലവ് ബോധം തരട്ടെ. മൂക്കിലൊക്കെ ഇങ്ങനെ പഞ്ഞു കയറുമ്പോ ബോധമുണ്ടാവും. ഇപ്പൊ ബോധമുണ്ടാവില്ല. ഇപ്പോ ഇവിടെ കുറെ ആളുകൾക്ക് ഭ്രാന്താന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഭ്രാന്താലയത്തിന്റെ കൂടാണത്. അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്തല്ലെങ്കിൽ ഇപ്പോ ഇവിടെ കുറെ ആളുകൾക്ക് ഭ്രാന്താന്ന് എനിക്ക് തോന്നുകയാണ്. നമ്മൾ കാലത്തിനോട് യോജിക്കാത്ത ആളുകളാണ്. നിനക്ക് നിന്റെ വലിയ ബുദ്ധിസഞ്ചി തൂക്കിയ ആളുകൾ കൂട്ടിയിട്ട് ഈ ഫത്വ ഇറക്കാണ്. ഈ മുസ്ലിംമാർക്ക് കാലത്തോട് യോജിക്കാത്ത മുസ്ലിംമാരാണ്, അവർക്ക് ബോധമില്ലായിട്ട് നിനക്കിപ്പോ തോന്നുകയാണ്. മൂക്കിലേക്ക് പഞ്ഞെടു കയറുമ്പോ മനസ്സിലാവും ഒരു സെക്കൻഡിന്റെ വില. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫസദഖ. ഒരു സെക്കൻഡ് തരികയാണെങ്കിൽ ഞാൻ കൊടുത്തോളാം. എന്ത് കൊടുത്തോളാം? എന്ത് കൊടുത്തോളാം? എന്ത് കൊടുത്തോളാം? എന്ത് കൊടുത്തോളാം എന്ന് വെച്ചാൽ എന്താണോ അതിന് പകരം വേണ്ടത് ഒക്കെ കൊടുത്തോളാം. എന്റെ കയ്യിലൊക്കെ വേണോ? തരാ. ഒരു സെക്കൻഡ്. അല്ലാഹു പറഞ്ഞു വലൻ യുഅഖിറല്ലാഹു നഫ്സൻ. കേൾക്കണോ? നരകത്തിന്റെ അവസ്ഥ എന്താ? നരകത്തിൽ ആകെ മനുഷ്യന് കൊലയുള്ളത് ഇന്നത്തെ ഈ ദിവസത്തെ കുറിച്ചാവുന്നു. റബ്ബേ, ഞങ്ങളോട് സത്യം പറയാം. മൗലവി, താങ്കൾ ജനമധ്യത്തിലിരുന്ന് നരകത്തിന്റെ ഭയാനകതയെക്കുറിച്ചോ ജനങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം ശരീരത്തോട് ഒന്ന് പറഞ്ഞുകൊടുക്കുക. ജനങ്ങളെ പേടിപ്പിക്കണമെങ്കിൽ സ്വയം പേടിയുണ്ടാവണം. സ്വയം പേടിയില്ലാത്തവൻ ജനങ്ങളെ പേടിപ്പിക്കാൻ കഴിയില്ല. അത് നടക്കൂല, അത് നടക്കൂല. അതെ, അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ജനങ്ങളെ പേടിപ്പിക്കാൻ താങ്കൾ നടത്തുന്ന ശ്രമങ്ങൾ കൈരളിയുടെ മണ്ണിൽ നടപ്പിലാവാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ നാവുകൊണ്ട് എത്രയെത്ര പച്ചക്കളവുകളാണ് സമസ്തക്കെതിരെയും സുന്നി പണ്ഡിത നേതൃത്വത്തിനെതിരെയും നിങ്ങൾ പടച്ചുണ്ടാക്കിയത്. ആ നാവുപയോഗിച്ച് നരകത്തിന്റെ ഭയാനകതയെക്കുറിച്ച് താങ്കൾ പറയുമ്പോൾ മൗലവി, സുന്നി പണ്ഡിത നേതൃത്വത്തിനെതിരെ താങ്കൾ പറഞ്ഞ പച്ചക്കള്ളം ഞങ്ങൾ മറക്കുകയില്ല. അന്ന് ഞങ്ങൾ ചോദിച്ചു, എന്തേ ഇതുവരെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചില്ലല്ലോ? ഓ മൗലവി, മറന്നുപോയോ നിങ്ങൾ അന്ന് പറഞ്ഞ പച്ചക്കള്ളം? കേൾക്കണോ? 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 ഇയാള് പറഞ്ഞ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. പച്ചക്കളവുകൾ പ്രചരിപ്പിക്കുമ്പോൾ താങ്കൾ മറക്കരുത്, താങ്കളും താങ്കളുടെ അനുയായികളും ആരുടെ മക്കളാണെന്ന്. ഈ
ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും പഠിപ്പിച്ച പാമ്പാവ് ഇതാണ് മൗലവി. ഇനിയും ചോദിക്കുകയാണ്, കാന്തപുരം ഉസ്താദ് 2 കോടി പലിശയ്ക്ക് കൊടുത്തുവെന്നും ബാക്കി പലിശയ്ക്കുള്ള പണം തന്റെ കയ്യിലുണ്ടെന്നും എപ്പോൾ എവിടെ വെച്ച് ആരോടാണ് പറഞ്ഞത് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ താങ്കൾ തന്നെ തെളിയിക്കുക. കേൾക്കാൻ താല്പര്യമുണ്ട്. മറുപടി ഉണ്ടെങ്കിൽ താങ്കൾ തന്നെ മറുപടി പറയുക. കേൾക്കാൻ താല്പര്യമുണ്ട്. ഖാസിമി അസൂയ അഗ്നിയായ സുന്നി പണ്ഡിത നേതൃത്വത്തോടുള്ള അസൂയയിൽ നിന്നും ഉടലെടുത്തതല്ലേ നിങ്ങളുടെ ഈ 2 കോടിയുടെ ആരോപണം? നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരെ കുറിച്ച് താങ്കൾ തന്നെ പറഞ്ഞത് മറക്കരുത് കേട്ടോ. അല്ലുലമാ ഒരു വിഭാഗം ആലിമീങ്ങൾ എല്ലാവരും എന്നല്ല, യദ്ഖുലൂനൻ നാറ ഖബല ഹിസാബി ബിൽ ഹസദി. ഉലമാക്കളിൽ വലിയ വിഭാഗം ഹസദ് കാരണം ഹിസാബ് പോലും ഇല്ലാതെ അവരെ നരകത്തിലുണ്ടാക്കും. കാരണം എന്തുകൊണ്ട്? അസൂയയും. എന്തായാലും അസൂയയുടെ കാര്യം ജാഹ്, ഭൗതിക താല്പര്യത്തിന്റെ പിന്നിൽ ഭൗതികതയെ നിസ്സാരവൽക്കരിക്കണമെന്ന് പറയുന്ന സമൂഹത്തിന് ഭൗതികതയിൽ താല്പര്യം വർദ്ധിക്കും. ഭൗതികതയിൽ താല്പര്യം വർദ്ധിച്ചാലോ ചെവി കൊടുത്താ ഉലമാ ഉമറാ അവർക്കാണ് ഏറ്റവും അസൂയ ഉണ്ടാവുക. ആ അസൂയ കൊണ്ട് സമുദായത്തിനുണ്ടാകുന്ന നഷ്ടം പോലെ വേറൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കേട്ടോളൂ ഹരീഷ് ഉറങ്ങുന്നുണ്ടാ. ചെന്നായുമല്ല. എങ്ങനത്തെ ചെന്നായ? വിശന്ന് പൊരിഞ്ഞ 2 ചെന്നായ്ക്കൾ ഉർസിലാഫി വനമിൻ ഒരു ആട്ടിൻകൂട്ടത്തിലേക്ക് അഴിച്ചുവിടപ്പെട്ടു. എങ്കിൽ ഈ 2 ചെന്നായ്ക്കളും ആ ആടിൻകൂട്ടത്തിന് കേടുവരുത്തുകയില്ല. സ്ഥാനമാനത്തോടും ധനത്തോടും ഒരു ആർത്തി പൂണ്ട മനുഷ്യൻ സമുദായത്തിൽ കേടുവരുത്തുന്ന അത്ര എല്ലാവർക്കും എനിക്കടക്കം ചിന്തിക്കാൻ വേണ്ടിയാ ഞാനിത് പറഞ്ഞത്.